ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ പഠിച്ചു നിർത്തിയെന്ന് ഓർക്കുന്നുണ്ടല്ലോ. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ഇൻ സീരീസ് വരെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം സീരീസ് കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുള്ളത് പ്രധാനമാണ്. സെയിം ചാർജസ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അത് സീരീസ് കോമ്പിനേഷൻ ആയിരിക്കും. അതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇക്വേഷൻ 1/C is equal to 1/C1 plus 1/C2 plus 1/C3. The effective capacitance 1/C is equal to 1/C1 plus 1/C2 plus 1/C3. അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് the effective capacitance will decrease. Sorry, not effective capacitance. The total capacitance will decrease when capacitors are connected in series. നെക്സ്റ്റ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. അപ്പോൾ പാരലൽ കണക്ഷൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ 3 കപ്പാസിറ്റേഴ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കപ്പാസിറ്റർ C1, കപ്പാസിറ്റർ C2 ആൻഡ് കപ്പാസിറ്റർ C3. അപ്പോൾ 3 കപ്പാസിറ്റേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഒരു ബാറ്ററി അല്ലെങ്കിൽ സെല്ലിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ വോൾട്ടേജ് V ആണ്. അപ്പോൾ ചാർജ് ഫ്ലോ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ചാർജ് ഫ്ലോ ഈ പോസിറ്റീവിൽ നിന്നും ചാർജസ് ഒഴുകുകയാണ്. പോസിറ്റീവ് ടെർമിനലിൽ നിന്നും ചാർജസ് ഒഴുകി ഈ പോയിന്റിലെത്തുന്നു. കണ്ടോ, ഈ പോയിന്റിൽ വെച്ച് ആ ചാർജസ് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പം സെല്ലിൽ നിന്നും വരുന്ന ടോട്ടൽ ചാർജ് Q ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റിലെത്തി കഴിയുമ്പോൾ കണ്ടല്ലോ, ഈ പോയിന്റ് നമുക്ക് പോയിന്റ് പേര് കൊടുത്തേക്കാം. A എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് അത് സ്പ്ലിറ്റ് ആകുകയാണ് ചെയ്യുന്നത്. ഈ Q എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ചാർജ് സ്പ്ലിറ്റ് ആയി. ഈ ലെഗിലേക്ക് അത് Q1 ചാർജ് ഫ്ലോ ചെയ്യും, ഈ ലെഗിലേക്ക് Q2 ചാർജ് ഫ്ലോ ചെയ്യും, ഈ ലെഗിലേക്ക് Q3 ചാർജ് ഫ്ലോ ചെയ്യും. Q1 ഈ കപ്പാസിറ്ററിലൂടെ C1 കപ്പാസിറ്ററിലൂടെ കയറി ഇറങ്ങി അത് B എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേരും. സിമിലർലി Q2 C2 കപ്പാസിറ്ററിലൂടെ പാസ് ചെയ്ത് B എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേരും. ആൻഡ് Q3 ചാർജ് C3 കപ്പാസിറ്ററിലൂടെ കയറി ഇറങ്ങി B എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേർന്നു. ഇത് മൂന്നും കൂടെ കമ്പൈനായി വീണ്ടും ക്യാപിറ്റൽ Q ആയിട്ട് മാറി അത് അതിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ എത്തിച്ചേരുന്നു. അപ്പോഴാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നത്. അപ്പം ഇത് പാരലൽ ആണെന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഡിഫറെൻറ്റ് ചാർജസ് ആണ് ഡിഫറെൻറ്റ് ലെഗിലൂടെ ഒഴുകുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കപ്പാസിറ്ററിലൂടെ ഒഴുകുന്നത് ഡിഫറെൻറ്റ് ചാർജസ് ആണ്. അതുകൊണ്ടാണ് ഇത് പാരലൽ കോമ്പിനേഷൻ ആണെന്ന് നമ്മൾ പറയുന്നത്. ഇനി പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകത, പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. അതായത് ഈ C1ലെ 2 പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും C2ൻ്റെ 2 പ്ലേറ്റുകൾക്ക് ബിറ്റ്വീൻ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ. സിമിലർ പൊട്ടൻഷ്യൽ തന്നെയാണ് C3യുടെ 2 പ്ലേറ്റുകൾക്കിടയിലായിട്ടുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതാണ് നമ്മൾ ആ സർക്യൂട്ട്സിനെ കുറിച്ച് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പഠിച്ച അതേ രീതിയിലുള്ള സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാൻ പോവുകയാണ്. ലെറ്റ് 3 capacitor of capacitance C1, C2, C3 are connected in parallel to a potential difference of V volts. Okay, the potential difference across each capacitor is V. Same potential is across each capacitor, but the charge acquired by them are different, say Q1, Q2 and Q3 respectively. Okay, then the total charge can be written as Q is equal to Q1 plus Q2 plus Q3. Okay, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, Q1ൻ്റെയും Q2ൻ്റെയും Q3ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ബേസിക് ഇക്വേഷൻ അറിയാം. Q is equal to CV ആണ് ബേസിക് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് കപ്പാസിറ്റർ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് കപ്പാസിറ്ററിലുള്ള ചാർജ് Q1 ആണ്, അതിൻ്റെ കപ്പാസിറ്റൻസ് C1 ആണ്, അതിൻ്റെ വോൾട്ടേജ് V ആണ്. സിമിലർലി സെക്കൻഡ് കപ്പാസിറ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് C2 ആണ്, അതിലുള്ള വോൾട്ടേജ് V ആണ്.
അപ്പോൾ C2 V2 എന്ന് കിട്ടും. സിമിലർലി Q3 ഈസ് ഈക്വൽ ടു C3 V3. ഈ 3 വാല്യൂസും നമ്മൾ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? Q ഈസ് ഈക്വൽ ടു C1 V പ്ലസ് C2 V പ്ലസ് C3 V എന്ന് കിട്ടും. എന്ത് കോമൺ ആയിട്ട് എടുക്കാം? V കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇക്വേഷൻ ഇതേ രീതിയിൽ എഴുതാം. C1 പ്ലസ് C2 പ്ലസ് C3 ഇൻറ്റു V എന്ന് എഴുതാം. ഓക്കെ. ഇനി നമ്മൾ എന്താണ് ഇമാജിൻ ചെയ്യുന്നത്? ഒരു അസംപ്ഷൻ നമ്മൾ നടത്തുമല്ലോ. ഈ 3 കപ്പാസിറ്റി ഇനി നമ്മൾ എന്താ ഇമാജിൻ ചെയ്യാൻ പോകുന്നത്? ഈ 3 കപ്പാസിറ്റേഴ്സും നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. ഈ 3 കപ്പാസിറ്റേഴ്സും റീപ്ലേസ് ചെയ്യുകയാണ്. പകരം അതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഉള്ള ഒരു സിംഗിൾ കപ്പാസിറ്റർ സി എന്ന് പറയുന്ന ഒരു സിംഗിൾ കപ്പാസിറ്റർ, സി കപ്പാസിറ്റൻസ് ഉള്ള ഒരു സിംഗിൾ കപ്പാസിറ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ കപ്പാസിറ്റൻസിലുള്ള ചാർജ്, ടോട്ടൽ ചാർജ് ആണ് Q ആണ്, അതിന്റെ കപ്പാസിറ്റൻസ് C ആണ്, അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലുള്ള ചാർജ്, ടോട്ടൽ ചാർജിന്റെ ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു CV എന്ന് എഴുതാം. റൈറ്റ്? ഈ വാല്യൂ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നേരത്തെ എഴുതിയ ഇക്വേഷനിൽ Qന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ CV ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 ഇൻറ്റു V എന്ന് കിട്ടും. ഇനി നമുക്ക് വിയും ക്യാൻസൽ ചെയ്ത് പോകും. വിയും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ കിട്ടും. ദാറ്റ് ഈസ് C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? When the capacitors are connected in parallel, the effective capacitance will be larger than the highest value of the capacitance in that combination. The effective capacitance will increase and the value of the capacitance, the effective capacitance will be greater than the highest value of the capacitance in that combination. Hence, parallel combination increases the capacitance. When capacitors are connected in parallel, its capacitance increases. But when capacitors are connected in series, capacitors are connected in series, its effective capacitance will decrease. ഇവിടെ capacitance increase ചെയ്യാണ് ചെയ്യുന്നത്. ഇനി n number of capacitors ഉണ്ടെങ്കിൽ n number of capacity individual എല്ലാ കപ്പാസിറ്റേഴ്സിന്റെയും ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസസ് ആഡപ്പ് ചെയ്യുക, സമപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? C is equal to C1 plus C2 plus C3 etc. up to Cn. സെയിം കപ്പാസിറ്റൻസ് ആണെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് കട്ട് ആയിട്ട് C effective is equal to n into C എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാം, സെയിം കപ്പാസിറ്റൻസ് ആണെങ്കിൽ. ഓക്കെ, ഇതാണ് ഒരു എസ്സേയുടെ പാർട്ടായിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. വളരെ എളുപ്പത്തിൽ നമുക്ക് അത് പഠിക്കാൻ. അടുത്തിലോട്ട് പോട്ടെ. ന്യൂമറിക്കൽസ് ആണ്. കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറേ ന്യൂമറിക്കൽസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് എല്ലാം നമുക്ക് ഇപ്പോൾ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ NCERT എക്സസൈസ് 2.6 ഒന്ന് നോട്ട് ചെയ്യുക. Three capacitors, each of capacitance 9 picofarad are connected in series. So 3 capacitors,
Each of capacitance 9 picofarad are connected in series. What is the total capacitance of the combination? What is the total capacitance of the combination? Second, what is the potential difference across each capacitor if the combination is connected to 120 volt supply? Combination is connected to 120 volt supply. We have to find out the potential difference across each capacitor. Series combination ആണ്. Series combination ആവുമ്പോൾ ഓരോ capacitorലെയും potential difference different ആയിരിക്കും. Charge ആണ് same ആയിട്ട് നിൽക്കുന്നത്. Okay, അത് മെമ്മറിയിൽ ഉണ്ടാവണം. Okay, അപ്പോൾ ഫസ്റ്റ് പാർട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ടോട്ടൽ capacitance of the combination. Series combinationലെ total capacitance. What is the equation for? 1 by C0 1 by C0 plus 1 by C plus 1 by C. Yes, 1 by C3. Very good. Okay. Which gives 3 microfarad. Yes. ഇതെല്ലാം കൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ അതിൻ്റെ ഷോർട്ട് കട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് സോൾവ് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണ് പറഞ്ഞത്. C1 equal to C2 equal to C3 is equal to 9 picofarad ആണ് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ പൈക്കോ എന്നുള്ളത് 10⁻⁻12 കൺവേർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കൺവേർട്ട് സംശയമുള്ളവർക്ക് കൺവേർട്ട് ചെയ്യാം. കാരണം വേറെ ക്വാണ്ടിറ്റീസ് ഒന്നും നമ്മളിവിടെ ഓപ്പറേഷൻസിന് എടുക്കുന്നില്ല. അതായത് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒന്നും മറ്റൊരു യൂണിറ്റിലെ ക്വാണ്ടിറ്റി നമ്മളിവിടെ ഇൻവോൾവ് അല്ല. അതുകൊണ്ട് ഇത് കൺവേർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഫൈനൽ ആൻസറും പൈക്കോഫാരഡിൽ തന്നെ കിട്ടുമെന്ന് മാത്രം. അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് കൺവേർട്ട് ചെയ്തിട്ടും ചെയ്യാം. സീരീസ് കോമ്പിനേഷനിലെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? C equivalent is equal to 3 picofarad. Okay, second part എന്ന് പറയുന്നത് what is the potential difference across each capacitors if the combination is connected to 120 volt supply. അപ്പം 3 capacitors ഉണ്ട്. 3 capacitors C1 C2 C3 അതൊരു സെല്ലിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ 120 വോൾട്ട് ആണ്. അപ്പം നമുക്ക് ഓരോന്നിനും അക്രോസ് ആയിട്ട് C1നും C2നും C3ക്കും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്. ഇത് സീരീസ് കോമ്പിനേഷൻ ആണ്. എന്നാൽ ചാർജ് സെയിം ആണ് അല്ലേ? ചാർജ് സെയിം ആണ്. Q സെയിം ആണ്. നമുക്ക് V1ഉം V2ഉം V3യും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് Q is equal to CV ആണ്. Q is equal to CV ആണ്. അതിൽ C അവർ നൽകിയിട്ടുണ്ട്. പിന്നെ V കണ്ടുപിടിക്കണം. Q അറിയത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ Q കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് V1ഉം V2ഉം V3 കണ്ടുപിടിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുക. ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഈ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സീരീസ് കോമ്പിനേഷനിലെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വേണം ഇവിടെ കൊടുക്കാൻ. അതേപോലെ തന്നെ നെറ്റ് പൊട്ടൻഷ്യൽ അതായത് 120 വോൾട്ട് വേണം ഇവിടെ കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടും. Sir, can you show the previous? Sir, for the B part, just do that. The total charge can be written as 360 into 10⁻⁻12 coulomb. Please note that here we should convert into
SI unit. That the effective capacitance in series combination is 3 picofarad. Before multiplying, we should convert it into SI unit, that is 3 into 10 raised to minus 12 farad. അത് ചെയ്യാൻ മറന്നു പോകരുതും, കാരണം ഇവിടെ 120 വോൾട്ട് എന്ന് പറയുന്ന മറ്റൊരു ക്വാണ്ടിറ്റി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് കൊണ്ട് അത് SIയിലോട്ട് മാറ്റിയിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പം ടോട്ടൽ ചാർജ് നമുക്ക് കിട്ടി. ടോട്ടൽ ചാർജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് V1 കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ V1 കാൽക്കുലേറ്റ് ചെയ്യാം. V1ന്റെ ഇക്വേഷൻ കിട്ടും. V1 ഈസ് ഈക്വൽ ടു Q ബൈ C1 ആണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. Q ഈസ് ഈക്വൽ ടു CV എന്നാണ്. ഓക്കെ, അപ്പോൾ അത് വിയിൽ നിന്നും വിയുടെ ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു Q ബൈ C എന്ന് കിട്ടും. ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ കേസിൽ V1 ഈസ് ഈക്വൽ ടു Q ബൈ C1. Q ബൈ C1. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 40 വോൾട്ട് എന്ന് കിട്ടും. 40 വോൾട്ട്. ഇനി സെക്കൻഡ് കപ്പാസിറ്റർ, സെക്കൻഡ് കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V2 ആണ്. അതിന്റെ ഇക്വേഷൻ നമുക്ക് Q ബൈ C2 എന്ന് എഴുതാം. സെക്കൻഡ് കപ്പാസിറ്ററിന്റെ കേസിലും ചാർജ് സെയിം ആണ്, അതിന്റെ കപ്പാസിറ്റൻസും സെയിം ആണ്, അതുകൊണ്ട് 40 തന്നെയായിരിക്കും അതിന്റെയും ആൻസർ. തേർഡ് കപ്പാസിറ്ററിന്റെ കേസിലും അത് 40 തന്നെയാണ് നമുക്ക് കിട്ടുക. Since all capacitors are of equal capacitance, potential difference across each capacitor is 40 volts. Is 40 volts. ഇതാണ് നോർമൽ പ്രൊസീജിയർ. അപ്പം ഡിഫറെൻറ്റ് വാല്യൂസ് ഉള്ള കപ്പാസിറ്റേഴ്സ് ആണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സ്റ്റെപ്സ് ഉപയോഗിച്ച് നമുക്ക് അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നേരത്തെ അനു പറഞ്ഞത് അതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ്. അതിൻ്റെ ഷോർട്ട് കട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. കാരണം നമ്മൾ ടോട്ടൽ പൊട്ടൻഷ്യൽ അപ്ലൈഡ് എന്ന് പറയുന്നത് 120 വോൾട്ട് ആണ്. ടോട്ടൽ പൊട്ടൻഷ്യൽ അപ്ലൈഡ് 120 വോൾട്ട് ആണ്. അത് 3 കപ്പാസിറ്ററിലും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഓരോ കപ്പാസിറ്ററിന്റെയും കപ്പാസിറ്റൻസ് സെയിം ആണ്. എല്ലാ കപ്പാസിറ്ററിന്റെയും കപ്പാസിറ്റൻസ് സെയിം ആണ്, അതിലൂടെയുള്ള ചാർജും സെയിം ആണ്. അത് കാരണം വോൾട്ടേജ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. 120 വോൾട്ട് ഈ 3 കപ്പാസിറ്ററിലും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് എടുക്കാം. 120 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് 40 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് സെയിം കപ്പാസിറ്റൻസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഷോർട്ട് കട്ട് ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. അല്ല എങ്കിൽ ഡിഫറൻറ്റ് വാല്യൂസ് ഓഫ് കപ്പാസിറ്റൻസ് ആണ് ക്വസ്റ്റ്യനിൽ നൽകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത നോർമൽ സ്റ്റെപ്സ് ഉപയോഗിച്ച് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. Okay. Next, NCERT exercise 2.7. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ സീരീസ് കോമ്പിനേഷൻ ആണ് പഠിച്ചത്. ഇവിടെ നമുക്ക് അതൊരു പാരലൽ കോമ്പിനേഷൻ ആണ്.
three capacitors of capacitance, of capacitance, 2 picofarad, 3 picofarad, 4 picofarad are connected in parallel. What is the total capacitance of the combination? Total capacitance is very easy to calculate parallel. Determine the charge on each capacitor if the combination is connected to 100 volt supply. The combination is connected to 100 volt supply. First part easy to calculate. 9. Yes. 9. All of sum up C1 plus C2. C equivalent അല്ലെങ്കിൽ effective എന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം കേട്ടോ. അല്ലെങ്കിൽ C parallel എന്നോ ഏത് notations വേണമെങ്കിലും ഉപയോഗിക്കാം. C equivalent is equal to 2 plus അങ്ങനെ എഴുതുന്നില്ല. C1 plus C2 plus C3. C1 plus C2 plus C3. Okay, the second part, determine the charge on each capacitor if the combination is connected to 100 volt supply. അപ്പം ഞാൻ അതിന്റെ പിക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒരു 100 volt സപ്ലൈയിലോട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഇവിടെ വെച്ച് ചാർജ് സ്പ്ലിറ്റ് ആയി വരുന്നത്. അപ്പോൾ ഇതിന് കിട്ടുന്ന ചാർജ് Q1, ഇതിന് കിട്ടുന്ന ചാർജ് Q2, ഇതിന് കിട്ടുന്ന ചാർജ് Q3. അപ്പം ഓരോന്നിലുമുള്ള ചാർജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. Okay, basic equation എന്തായിരുന്നു? Basic equation Q is equal to CV. Okay, Q is equal to CV. അപ്പോൾ ഫസ്റ്റ് കപ്പാസിറ്ററുള്ള ചാർജ് Q1 ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. അതിൻ്റെ ഇക്വേഷൻ അതിൻ്റെ കപ്പാസിറ്റൻസ് ഇൻറ്റു അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണ്? V തന്നെയാണ്. ബിക്കോസ് ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷൻ സെയിം വോൾട്ടേജ് ആണ് എല്ലാ കപ്പാസിറ്റേഴ്സിലും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കപ്പാസിറ്ററിന് അക്രോസ് അല്ലെങ്കിൽ ഫസ്റ്റ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജിന്റെ വാല്യൂ നമുക്ക് Q1 is equal to C1V എന്ന രീതിയിൽ കണ്ടുപിടിക്കാം. സിമിലർലി രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ കേസിൽ Q2 is equal to C2V ആകും. മൂന്നാമത്തെ കപ്പാസിറ്ററിന്റെ കേസിൽ Q3 is equal to C3V ആകും. പ്രത്യേകം ശ്രദ്ധിക്കുക, പൈക്കോ ഫാരഡ് എന്നുള്ളത് കൺവേർട്ട് ചെയ്തിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. തെറ്റിപ്പോകരുതോടെ. Okay. Next, NCERT solved question 2.9. NCERT solved 2.9. A network of 410 microfarad capacitor is connected to a
500 volt supply as shown in the figure. Determine the equivalent capacitance of the network and the charge on each capacitor. 2010 ചോദിച്ചാണിത്. ഓക്കെ, അപ്പം പിക്ചർ കണ്ടല്ലോ. A network of 4 capacitor, each of capacitance 10 microfarad. 10 microfarad. It is connected to a 500 volt supply as shown in the figure. അപ്പം ഇത് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം സീരീസ് ആണോ പാരലൽ ആണോ എന്ന് കണ്ടുപിടിക്കുകയാണ് സാധാരണഗതിയിൽ കുട്ടികൾക്ക് അല്പം ബുദ്ധിമുട്ട് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചാർജ് ഫ്ലോ നിങ്ങൾ നോക്കിയാൽ മതി. സെല്ലിൽ നിന്നും ചാർജ്, സെല്ലിന്റെ ഒരു സെൽ എടുക്കുക, സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും ചാർജ് ഫ്ലോ ചെയ്യുക. സെയിം ചാർജസ് ആണ് എല്ലാ കപ്പാസിറ്ററിലൂടെ പോകുന്നുണ്ടെങ്കിൽ അത് സീരീസും, ഡിഫറെന്റ് ചാർജസ് ആണ് ഒഴുകുന്നുണ്ടെങ്കിൽ അത് പാരലലും ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ സെല്ല് കാണിച്ചിട്ടില്ല, പകരം ഒരു 500 വോൾട്ട് സപ്ലൈ ആണ് അവർ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഇനിഷ്യൽ കേസിൽ കുറച്ചുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ എക്സ്പേർട്ട് ആകും നിങ്ങൾ. അപ്പം ഈ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു സെല്ല് എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് ഇവിടെ നിന്ന് വരയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു സെല്ല് വരയ്ക്കുകയാണ്, ഈ 500 വോൾട്ട്. അപ്പോൾ ഇതാണ് 500 വോൾട്ട് സപ്ലൈ. 500 വോൾട്ട് സപ്ലൈ ചെയ്യുന്ന സെല്ലാണ് ഞാൻ വരച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചാർജിൻ്റെ ഫ്ലോ വരയ്ക്കാം. പോസിറ്റീവ് ടെർമിനലിൽ നിന്നും ചാർജ് ഒഴുകാൻ തുടങ്ങുന്നു. ഓക്കെ, Q എമൗണ്ട് ഓഫ് ചാർജ് ആണ് ഒഴുകുന്നത് വിചാരിക്കുക. അത് ഫസ്റ്റ് എവിടെ വരുന്നു? ജംഗ്ഷൻ എവിടെ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇതാണ് ഫസ്റ്റ് ജംഗ്ഷൻ. A എന്ന് പറയുന്ന പോയിന്റ് ആണ് ഫസ്റ്റ് ജംഗ്ഷൻ. ഈ ഫസ്റ്റ് ജംഗ്ഷനിൽ വെച്ച് അത് സ്പ്ലിറ്റ് ആവും, ശരിയല്ലേ? അപ്പം ഒരു ബ്രാഞ്ച് ഇങ്ങോട്ട് പോവും, ഒരു ബ്രാഞ്ച് ഇങ്ങോട്ട് പോവും. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് ഒഴുകുന്നതിനെ ഞാൻ QS എന്ന് എടുക്കാം. QS എന്ന് എടുക്കാം, കാരണം സീരീസ് ആയിട്ടാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ QS എന്ന് എടുക്കുന്നത്. ഇങ്ങോട്ട് പോകുന്നത് ഇത് ഒരു കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ തൽക്കാലം Q4 എന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ, ഐഡന്റിഫൈ. അപ്പം A എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് Q എന്ന് പറയുന്ന ചാർജ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ QSഉം Q4ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ആ QSലോട്ടുള്ള ബ്രാഞ്ചും Q4ന്റെ ബ്രാഞ്ചും പാരലൽ ആണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി QSന്റെ ഫ്ലോ നമുക്ക് നോക്കാം. QS എവിടെ വരും? QS ആദ്യം C1ൽ വരും. C1ൽ വന്നിട്ട് അതിൽ നിന്നും കയറി ഇറങ്ങി ഇവിടെ എത്തും. അത് ബിയിലെത്തും. ബിയിൽ നിന്നും വീണ്ടും അത് C2ലെത്തും. അപ്പം QS എന്ന് പറയുന്ന സെയിം ചാർജ് തന്നെയാണ് C2ലെത്തുന്നത്. വീണ്ടും അതിലൂടെ കയറി ഇറങ്ങി അത് സിയിലെത്തും. അത് സെയിം ചാർജ് തന്നെ C3യിലേക്ക് ഇറങ്ങും. എന്നിട്ട് അത് അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് D ആണ്, ഡിയിൽ എത്തിച്ചേരും. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? സെയിം ചാർജ് ആയ QS ആണ് C1ഉം C2ഉം C3യിലൂടെയും പാസ് ചെയ്യുന്നത്. അതിന്റെ മീനിങ് C1, C2 ആൻഡ് C3 ആർ ഇൻ സീരീസ് കോമ്പിനേഷൻ. ഓക്കെ, സീരീസ് കോമ്പിനേഷൻ. ഓക്കെ, അടുത്ത ജംഗ്ഷൻ D ആണ്. ഡിയിൽ എത്തിച്ചേർന്നു. QS ഡിയിൽ എത്തിച്ചേർന്നു. അപ്പോൾ Q4ന് എന്ത് സംഭവിച്ചു? Q4 C4 എന്ന് പറയുന്ന കപ്പാസിറ്ററിലൂടെ പാസ് ചെയ്ത് ഡിയിൽ എത്തിച്ചേർന്നു. ഓക്കെ, അവിടെ വേറെ കപ്പാസിറ്റേഴ്സ് ഒന്നുമില്ല ആ ലെഗിൽ. അപ്പോൾ അത് ഡിയിൽ എത്തിച്ചേർന്നു. ആ ഡിയിൽ Q4ഉം QSഉം കൂടെ കമ്പൈൻഡ് ആയി അത് Q ആയിട്ട് മാറി അത് തിരിച്ച് നെഗറ്റീവ് ടെർമിനലിൽ എത്തിച്ചേർന്നു. അപ്പോഴാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്യൂട്ട് അല്പം കൂടെ നമുക്ക് സിംപ്ലിഫൈ ആയി. C1ഉം C2ഉം C3യും സീരീസ് ആണ്. ആ സീരീസ് ആയിട്ടുള്ള ലെഗ് C4ന് പാരലൽ ആയിട്ട് നിൽക്കുന്നു. ഇതാണ് ഇൻ ഷോർട്ടായിട്ട് നമുക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സീരീസ് കോമ്പിനേഷന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക. അതിനുശേഷം അതിന് പാരലൽ ആയിട്ടുള്ള C4ന്റെ എഫക്റ്റീവ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സീരീസിലുള്ള വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഹിയർ C1, C2 and C3 are in series. So the effective capacitance can be written as 1 by CS is equal to 1 by C1 plus 1 by C2 plus 1 by C3. And CS ന്റെ വാല്യൂ എത്ര കിട്ടുമെന്ന് നോക്കിക്കേ.
ഡൗട്ട്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോണേ. What is the value of CS? ഇതിന്റെ ഷോർട്ട് കട്ട് പറഞ്ഞു തന്നായിരുന്നല്ലോ. സെയിം കപ്പാസിറ്റൻസ് ആണെങ്കിൽ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഒക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. Nora, what is the value of CS? Yes, 10/3 microfarads, right. എന്താ പറയാതിരിക്കുന്നേ? 10/3 microfarads. Okay, this CS and C4 are in parallel. CS and C4 are in parallel. So the effective capacitance C can be written as എങ്ങനെ എഴുതാം? C parallel combination ആകുമ്പോൾ വളരെ എളുപ്പമല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ. C is equal to CS plus C4. Okay, the answer will be 13.3 microfarads. 13.3 microfarads. നെക്സ്റ്റ് പാർട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ. ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ. ഇവിടെ C1, C2, C3യും സീരീസ് കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് അതിലുള്ള ടോട്ടൽ ചാർജ് സെയിം ആണ്. സെയിം ചാർജസ് ആണ് ഒഴുകുന്നത്. ഓക്കെ, അപ്പം അതിലൂടെ ഒഴുകുന്ന സീരീസ് കോമ്പിനേഷനുള്ള ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അത് QS ആയിട്ടാണ് നമ്മൾ നേരത്തെ എടുത്തത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് CS ആണ്. അതിൻ്റെ വോൾട്ടേജ്, അതിന്റെ വോൾട്ടേജ് 500 വോൾട്ടേജ് ആണ് അതിൽ സപ്ലൈ വരുന്നത് അല്ലേ? 500 സീരീസ് കോമ്പിനേഷൻ അല്ലേ? സീരീസ് കോമ്പിനേഷൻ ആകുമ്പോഴത്തേക്ക് എഫക്റ്റീവില് നമ്മൾ കൊടുക്കുന്നത് എഫക്റ്റീവ് വാല്യൂ ഓരോന്നിലും ഡിഫറെൻ്റ് ആണ്. എന്നാൽ എഫക്റ്റീവില് നമ്മൾ കൊടുക്കുന്നത് V വോൾട്ടേജ് ആണ് സപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ്, ചാർജ് ഓൺ ദ കപ്പാസിറ്റർ C4. ചാർജ് ഓൺ ദ കപ്പാസിറ്റർ C4 കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതിന്റെ കപ്പാസിറ്റൻസ് C4 ഇൻറ്റു അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണ്? 500 വോൾട്ട് ആണ്. V ആണ്, V തന്നെയാണ്, കാരണം പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പം അതുകൊണ്ട് അതിന് V വോൾട്ട് തന്നെയാണ് അത് കിട്ടുക. അപ്പോൾ നമുക്ക് Q4ന്റെ ഇക്വേഷൻ എഴുതാം. Q4 ഈസ് ഈക്വൽ ടു C4 ഇൻറ്റു V.
5 into 10 raised to minus 3 coulomb. Okay. Next, നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഡയഗ്രം വരയ്ക്കുക. Obtain the equivalent capacitance of the network given below. For a supply of 300 volts, determine the charge and voltage across C4. Charge and voltage across C4. First, we have to find out the effective capacitance. ഈ പിക്ചർ പെട്ടെന്ന് നോക്കുമ്പോൾ ഏതൊക്കെയാണ് സീരീസ് ആയിട്ടുള്ളത്? ഏതൊക്കെ കപ്പാസിറ്റേഴ്സ് ആണ് സീരീസ്? റേച്ചൽ, അക്ഷയശ്രീ, ഏതൊക്കെ കപ്പാസിറ്ററുകളാണ് സീരീസ് ആയിട്ടുള്ളത്? യെസ്. Final answer. Yes, equivalent capacitance of the circuit. Yes, it's a 400. 400 picofarad wrong. Sir, C2 or C3 series. Yes. Initially, നമ്മൾ ഈ പിക്ചർ നോക്കുമ്പോൾ C2 ഉം C3 ഉം സീരീസ് ആണ്. റൈറ്റ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അതിൻ്റെ കറണ്ട് ഫ്ലോ ഒന്ന് നോക്കാം. കറണ്ട് ഫ്ലോ നോക്കാൻ വേണ്ടി പൊട്ടൻഷ്യൽ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, പോസിറ്റീവ് ടെർമിനൽ നാം ചാർജ് ഫ്ലോ ആരംഭിക്കുകയാണ്. അത് ജംഗ്ഷനിലെത്തി, ഈ ജംഗ്ഷനിലെത്തി. അതിനൊരു പേര് കൊടുക്കാം എ. എന്ന് പറയുന്ന ജംഗ്ഷനിലെത്തിയപ്പോൾ ചാർജ് സ്പ്ലിറ്റായി. ഒരു ലെഗ് ഇങ്ങോട്ട് പോയി, ഒരു ലെഗ് ഇങ്ങോട്ട് പോയി. ഓക്കെ, ഇങ്ങോട്ട് പോകുന്ന ലെഗിലൂടെ ഒഴുകുന്ന ചാർജ് C3 പാസ് ചെയ്യും. സെയിം ചാർജിനെയാണ് C2 പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് ദ കപ്പാസിറ്റേഴ്സ് C2 ആൻഡ് C3 ആർ ഇൻ സീരീസ്. ഓക്കെ, ഇതേപോലുള്ള ന്യൂമറിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓരോ ലെഗായിട്ട് എടുത്ത് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഡയഗ്രാം മാറ്റി വരച്ച് പോകുന്നതാണ് തെറ്റാതിരിക്കാൻ എളുപ്പം. പിന്നെ നിങ്ങൾ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ അത് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് ചെയ്യാൻ നോക്കും. അപ്പം ഇനിഷ്യൽ കേസിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സീരീസ് ആയിട്ടുള്ളതിനെ അങ്ങ് സിംപ്ലിഫൈ ചെയ്യാം. Okay, here C1 and C3 and C2 are in series. So the effective capacitance of the combination can be written as the 200 picofarad and 200 picofarad ആണ്. സെയിം ആകുമ്പോൾ എളുപ്പമാണല്ലോ. എഫക്റ്റീവ് എന്ന് പറയുന്നത് 200 അപ്പം നമ്മുടെ സർക്യൂട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് വരയ്ക്കാം. ആ സീരീസ് ആയിട്ടുള്ള രണ്ട് കപ്പാസിറ്റർ മാറ്റിയിട്ട് സിമ്പിളായിട്ട് സീരീസ് ഇങ്ങനെ വരയ്ക്കാം. ഇനിയിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ C1 എന്ന് പറയുന്ന ഈ കപ്പാസിറ്ററും നമ്മളുടെ സീരീസ് ആയിട്ടുള്ള CS എന്ന് പറയുന്നത് ഇത് രണ്ടും പാരലായിട്ടാണ് കാണിക്കുക. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് കണ്ടുപിടിക്കണം.
അതിൻ്റെ എഫക്റ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് സം ചെയ്താൽ മതി. C1 + CS ദാറ്റ് ഈസ് 200 പൈക്കോഫാരഡ് എന്ന് കിട്ടും. ഇനിയും അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഒരു സർക്യൂട്ട് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ വരയ്ക്കാം. 200 പൈക്കോഫാരഡ് C4ഉം സീരീസ് ആയിട്ടാണ്, ഇത് സീരീസ് ആയിട്ടാണ് അല്ലേ, സെയിം ചാർജാണ് ഇത് രണ്ടിലൂടെയും ഒഴുകുന്നത്, അതുകൊണ്ട് ഇത് രണ്ടും സീരീസ് ആണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവാണ് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ എഫക്റ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇത് ഈ രീതിയിലാണ് കിട്ടുക. അപ്പം ആ സർക്യൂട്ടിൻ്റെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 100 പൈക്കോഫാരഡ് ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് സർക്യൂട്ട് സിമ്പിളായിട്ട് ഇതേ രീതിയിൽ വരയ്ക്കാം. അടുത്തത് നമ്മളുടെ സെക്കൻഡ് പാർട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമിൻ ദ ചാർജ് ആൻഡ് വോൾട്ടേജ് അക്രോസ് C4 അക്രോസ് ആയിട്ടുള്ള ചാർജും വോൾട്ടേജുമാണ് കണ്ടുപിടിക്കേണ്ടത്. C4 അക്രോസ് ആയിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ഈ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അത് ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നതാണ്. C4ലോട്ടും CPയിലോട്ടും Q ചാർജ് തന്നെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എഫക്റ്റീവ് വെച്ച് നമുക്ക് ഇതിലൂടെ ഒഴുകുന്ന ചാർജ് കണ്ടുപിടിക്കാം. സെയിം ചാർജിനാണ് C4ലൂടെ ഒഴുകുന്നത്. നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ചാർജ് ഓൺ ദ കപ്പാസിറ്റർ C4 = Q × C effective × വോൾട്ടേജ്. വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 × 10⁻⁸ കൂളോംബ് കിട്ടും. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് C4 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. C4ലൂടെ ഒഴുകുന്ന ചാർജ് നമുക്കറിയാം, അതിൻ്റെ കപ്പാസിറ്റൻസ് അറിയാം. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വോൾട്ടേജ് എങ്ങനെ എഴുതാം? വോൾട്ടേജ് V = Q/C4 എന്നാണ്. ദാറ്റ് ഈസ് 150 വോൾട്ട്. അടുത്ത എക്സസൈസ്, ദ ഈക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ ബിറ്റ്വീൻ A and B is given in the given figure is 4 microfarad. അപ്പോൾ ഈക്വലന്റ് കപ്പാസിറ്റൻസ് ആണ് നിൽക്കുന്നത്. എയും ബിയും തമ്മിലുള്ള ഈക്വലന്റ് കപ്പാസിറ്റൻസ് ആണ് അവർ ഓൾറെഡി തന്നിരിക്കുന്നത്. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ C. അപ്പോൾ C എന്ന് പറയുന്ന കപ്പാസിറ്റർ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണല്ലോ. സിയും 20 മൈക്രോഫാരഡും സീരീസ് ആണ്. അപ്പോൾ സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇക്വേഷൻ എഴുതാം. 1/C ഈസ് ഈക്വൽ ടു, ഇവിടെ ഇപ്പോൾ എഫക്റ്റീവ് അല്ലേ, അപ്പം 1/C സീരീസ് ഈസ് ഈക്വൽ ടു 1/20 മൈക്രോഫാരഡ് പ്ലസ് 1/C എന്ന് എഴുതാം. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ C സീരീസ് കിട്ടും. C സീരീസ് നമുക്ക് വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. 4 മൈക്രോഫാരഡ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ സിയുടെ വാല്യൂ കിട്ടി. അൺനോൺ ആയിട്ടുള്ള C എന്ന് പറയുന്ന കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കിട്ടി 5 മൈക്രോഫാരഡ്. രണ്ടാമത് നമുക്ക് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ഇഫ് എ 12 വോൾട്ട് ബാറ്ററി ഈസ് കണക്റ്റഡ് അക്രോസ് എ ടെർമിനൽ A and B. അപ്പം എയ്ക്കും ബിക്കും ഇടയിലായിട്ട് ഒരു 12 വോൾട്ട് ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്തപ്പോൾ ചാർജ് കണ്ടുപിടിക്കുക. സെയിം ചാർജാണ് ഇതിലൂടെ ഒഴുകുന്നത്, സീരീസ് ആയതുകൊണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ എഫക്റ്റീവ് ഉപയോഗിച്ച്, ഇതിൻ്റെ എഫക്റ്റീവ് 4 മൈക്രോഫാരഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിലൂടെ ഒഴുകുന്ന ചാർജ് കണ്ടുപിടിക്കാം. ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ C സീരീസ് × V. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കിട്ടും 48 മൈക്രോ കുളോംബ് എന്ന് കിട്ടും. അപ്പോൾ 48 മൈക്രോ കുളോംബ് തന്നെയാണ് ഈ രണ്ട് കപ്പാസിറ്ററിലൂടെയും ഒഴുകുന്നത്, സെയിം ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ത് വരുന്നു? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. ഓരോ കപ്പാസിറ്ററും ഇടയിലായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണ്? അപ്പം ഇത് സീരീസ് ആയതുകൊണ്ട് ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ല, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് രണ്ടാണ്. അപ്പം ആദ്യം V1 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യത്തെ കപ്പാസിറ്ററിന് ഇടയിലായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് ഡിവൈഡ് ബൈ അതിൻ്റെ കപ്പാസിറ്റൻസ്. അതിൻ്റെ ചാർജ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 48 മൈക്രോ കുളമ്പാണ്. പിന്നെ അതിൻ്റെ കപ്പാസിറ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 മൈക്രോ ഫാരഡ് ആണ്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.4 വോൾട്ട്. സിമിലർലി നമുക്ക് രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെയും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇതേ രീതിയിൽ തന്നെ കണ്ടുപിടിക്കാം. V2 = 9.6 വോൾട്ട് എന്ന് കിട്ടും. ഇത് എനർജി ഓഫ് ദി കപ്പാസിറ്റർ. Stored potential energy finds a number of applications. For example, the elastic potential energy stored in the spring.
ഈസ് യൂസ് ടു റൺ വാച്ചസ്. അപ്പം വാച്ചിൽ നമ്മൾ കീ കൊടുക്കുന്ന ടൈപ്പ് വാച്ച് ഉണ്ട്. കീ കൊടുക്കുന്ന ടൈപ്പ് വാച്ചിൽ നമ്മൾ എല്ലാ ദിവസവും കീ കൊടുക്കണം. കീ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, അതിനുള്ളിൽ ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിൽ കംപ്രസ് ചെയ്ത് അതിൻ്റെ അകത്ത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ചാണ് വാച്ചിൻ്റെ നീഡിൽ അത് കറക്കുന്നത്. അപ്പം സ്റ്റോർഡ് പൊട്ടൻഷ്യൽ എനർജി അവിടെ വാച്ചിൻ്റെ നീഡിൽ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. സിമിലർലി നമ്മൾ ഒരു ബോ ആൻഡ് ആരോയുടെ കേസിൽ ഒരു സ്ട്രെച്ച്ഡ് ബോയിൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യും. അതാണ് ആരോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആരോ വളരെ വേഗത്തിൽ മൂവ് ചെയ്യുന്നതിനുള്ള റീസൺ അതാണ്. അപ്പം ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിയാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതാണ് കപ്പാസിറ്റർ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ സ്റ്റോർ ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇൻ സിമിലർ വേ കപ്പാസിറ്റേഴ്സ് ആർ ഡിവൈസസ് വിച്ച് സ്റ്റോർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദെയർ പ്ലേറ്റ്സ്. അപ്പം എവിടെയാണ് കപ്പാസിറ്ററിലെ എനർജി പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതെന്ന് പറയുന്നത് പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യാറുള്ളത്. അതാണ് പറഞ്ഞേക്കുന്നത്. കപ്പാസിറ്റർ ആർ ഡിവൈസസ് വിച്ച് സ്റ്റോർ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ദ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ചാർജിങ് ദ പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ. അതിൻ്റെ ഒരു ചെറിയൊരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയിൽ നിന്ന് പോസിറ്റീവ് ചാർജ് വന്ന് നെഗറ്റീവ് ഈ പ്ലേറ്റിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇൻഡക്ഷൻ മൂലം ഒരു നെഗറ്റീവ് ചാർജ് ഈ പ്ലേറ്റിൽ വരികയും ആ ചാർജസ് ഒഴുകി അത് തിരിച്ച് നെഗറ്റീവ് ടെർമിനലിൽ എത്തിച്ചേരുമ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ ഡൈഇലക്ട്രിക് ഉണ്ട്. ആ ഡൈഇലക്ട്രിക്കിലൂടെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നുണ്ട്. അതാണ് ആരോയിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. എനർജി ഓഫ് എ ചാർജ് കണ്ടൻസർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇൻ ചാർജിങ് ദ കണ്ടൻസർ. കണ്ടൻസർ എന്ന് വെച്ചാൽ കപ്പാസിറ്റർ തന്നെയാണ്. കപ്പാസിറ്റർ മറ്റൊരു പേരാണ് കണ്ടൻസർ. എനർജി ഓഫ് എ ചാർജ് കണ്ടൻസർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇൻ ചാർജിങ് ദ കണ്ടൻസർ. അപ്പം ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി എന്ന് പറയുന്നത് അത് ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം വർക്ക് ചെയ്യുന്നു ആ വർക്കാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ലെറ്റ് സി ബി ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കണ്ടൻസർ. At any instant during charging, let V be the potential and Q be the charge on the condenser. അപ്പോൾ നമ്മൾ ആ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ V ആണെന്നും അതിലുള്ള ചാർജ് Q ആണെന്നും നമ്മൾ ഇമാജിൻ ചെയ്താൽ ആ Vയുടെ ഇക്വേഷൻ നമുക്ക് V = Q/C എന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. ഇനി ആ കപ്പാസിറ്ററിലേക്ക് ഞാനൊരു അഡീഷണൽ ആയിട്ട് DQ ചാർജ് കൊടുക്കാൻ വേണ്ടി എന്തുമാത്രം വർക്ക് ചെയ്യുന്നുള്ളത് കണ്ടുപിടിക്കണം. DQ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി ചാർജാണ് നമുക്ക് അതിന് കൊടുക്കേണ്ടത്. അതുകൊണ്ട് വളരെ ചെറിയൊരു വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമുക്ക് Q × DQ എന്ന് എഴുതാം. കാരണം ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ QV നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും വിയുടെ ഇക്വേഷൻ Q/C നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇതേ രീതിയിൽ കിട്ടും. Q/C × DQ. അപ്പം ചെറിയൊരു വർക്ക് കിട്ടി. നമുക്കിനിയും അതിനെ വലിയ വർക്കാക്കണം. വലിയ വർക്കാക്കാൻ വേണ്ടി നമ്മൾ മാത്തമാറ്റിക്കൽ ടൂളായി ഇൻ്റഗ്രേഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എവിടം തൊട്ട് എവിടം വരെ വർക്ക് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇനീഷ്യലി കപ്പാസിറ്ററിൽ യാതൊരു ചാർജും ഇല്ല. കപ്പാസിറ്ററിലെ ചാർജ് 0 ആണ്. 0 തൊട്ട് അതിനെ ഫുള്ളി ചാർജ് ചെയ്യണം. ഫുള്ളി ചാർജ് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ചാർജാണ് ഫുള്ളായിട്ട് കൊടുക്കേണ്ടത്. അപ്പം 0 to ക്യാപിറ്റൽ Q വരെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. Work done for giving the charge Q is W is equal to integral 0 to Q/C dQ. ഇതിൽ ചാർജ് 0ൽ നിന്നും Qയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് വേരിയബിൾ ആണ്. പിന്നെ C, ഒരു കപ്പാസിറ്റർ നമ്മൾ തന്നാൽ ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്കത് പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ സൈൻ പുറത്തെടുത്തു. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഇനി ഇൻ്റഗ്രൽ Q/DQ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ QD ഇൻ്റഗ്രൽ x⁻n dx നമുക്കറിയാം. എന്താണ്? x⁻n+1 / n+1. അപ്പം സിമിലർ ഫോമിൽ നമ്മൾ ഇവിടെ Q⁻1 ആണ്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/C Q⁻2 / 2. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ സൈൻ മാറ്റിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ കൊടുക്കുക. ലിമിറ്റ് അതേപോലെ 0 to Q വരെ എഴുതി. ഇനി അടുത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ആദ്യം അപ്പർ ലിമിറ്റ് എടുത്ത് ഈ വേരിയബിളിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. പിന്നെ ലോവർ ലിമിറ്റ് എടുത്ത് ഈ വേരിയബിളിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ Q²/2 എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ കിട്ടി Q²/2C. ഈ വർക്ക് ഡൺ ആണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ദിസ് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി U = Q²/2C. ഇതിൻ്റെ മറ്റ് രണ്ട് ഇക്വേഷൻ കൂടെ നമുക്ക് എഴുതാം. അതിനുവേണ്ടി ക്യൂവിന് പകരം
സി വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? അതിനെ നമുക്ക് ഹാഫ് സി വി സ്ക്വയർ എന്ന് ഇക്വേഷൻ കിട്ടും. ഇത് മറ്റൊരു ഇക്വേഷൻ. ഇനിയും നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ക്യൂവും സിയും തമ്മിലുള്ള റിലേഷനാണ്, രണ്ടാമത് സിയും വിയും തമ്മിലുള്ള റിലേഷനാണ്. അടുത്ത് നമുക്ക് ക്യൂവും വിയും തമ്മിലുള്ള റിലേഷൻ അറിയാൻ വേണ്ടി സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി, ക്യൂ ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ വി സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ നമുക്ക് 3 ഇക്വേഷൻസ് കൂടെ ഒരുമിച്ച് എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയുടെ ബേസിസിൽ നമുക്ക് ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ ഒത്തിരി പ്രാവശ്യം എക്സാമിനേഷൻ ചോദിച്ചാണ്. ഇതിൻ്റെ കൂടെ മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടുള്ളത് എനർജി ഡെൻസിറ്റിയാണ്. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. ഇസ് ദ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. അപ്പം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ആ എന്തുമാത്രം എനർജിയാണ് സ്റ്റോർ ചെയ്തത് യൂണിറ്റ് വോളിയത്തിൽ, അതിനെയാണ് നമ്മൾ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡ് ബൈ വോളിയം. വോളിയം എ ഇൻറ്റു ഡി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എ ഇൻറ്റു ഡി എന്ന് വെച്ചാൽ ഇത് 2 പ്ലേറ്റ്സ് ആണെങ്കിൽ ഈ പ്ലേറ്റിൻ്റെ ഏരിയ ആണ് എ, അത് നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് ഡി. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോട്ടൽ വോളിയം വരുന്നത്. അപ്പോൾ എ ഇൻറ്റു ഡി ആയിരിക്കും അതിൻ്റെ വോളിയം. അതാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അതിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ടേമിൽ അതിൻ്റെ ഇക്വേഷൻ മറ്റൊരു ഇക്വേഷൻ എഴുതാം. അതിനുവേണ്ടി ക്യൂ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എന്ന് എഴുതാം. കാരണം നമുക്കറിയാം സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ഏരിയ ആണ്. ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ഏരിയ. അതിൽ നിന്നും ക്യൂവിൻ്റെ ഇക്വേഷൻ എഴുതാം സിഗ്മ എ. അതാണ് ആദ്യത്തെ ഇക്വേഷൻ. പിന്നെ ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. അത് രണ്ടും ഈ ഇക്വേഷനിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്തെല്ലാം ക്യാൻസൽ ചെയ്യാം. ഡിയും ക്യാൻസൽ ചെയ്യാം. എയും ഇവിടെ എ സ്ക്വയർ ഉണ്ട്, അപ്പോൾ 2 എയും പോകും. ബാക്കിയുള്ളത് സിഗ്മ സ്ക്വയർ ബൈ 2 എപ്സിലോൺ 0 എന്ന് കിട്ടും. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ടേമിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ദ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് റിലേറ്റഡ് ടു ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ വാല്യൂ സിഗ്മയുടെ വാല്യൂ ഇതിൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. അതിൻ്റെ യൂണിറ്റും കൂടെ പഠിച്ചു വെക്കുക, ജൂൾ പെർ മീറ്റർ ക്യൂബ്. അതായത് ഈ ബേസിക് ഇക്വേഷനിൽ നിന്നാണ് ജൂൾ പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതിയേക്കുന്നത്. എനർജിയുടെ യൂണിറ്റ് ജൂളാണ്, വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. 2015 2020 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനർജി പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനും അതേപോലെ എനർജി ഡെൻസിറ്റിയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ തിയറി. ഓക്കെ.